ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബ്ലോക്ക് 3 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് 3യുടെ പേരെന്ന് പറയുന്നത് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആയിരിക്കും ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്കതിൽ പഠിക്കാനുള്ള നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ആണ്. കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് കോപ്പറേറ്റീവ്സിനകത്ത് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം. The term principle comes from the Latin word principium meaning basis or foundation. അതായത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിയം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ് എന്ന് പറയുന്നത് ബേസിസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഈസ് എ ബേസിക് റൂൾ ഓർ ട്രൂത്ത് ദാറ്റ് ഗൈഡ്സ് ഹൗ സംതിങ് ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് ക്യാരീഡ് ഔട്ട്. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു റൂള് അല്ലെങ്കിൽ ഒരു ട്രൂത്താണ്. അതായത് നമ്മളുടെ ഒരു കാര്യം എങ്ങനെയാണ് ഓർഗനൈസ്ഡ് ആവുന്നത്, എങ്ങനെയാണത് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ബേസിക് റൂൾ അല്ലെങ്കിൽ ഒരു ട്രൂത്ത്, അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ കോപ്പറേറ്റീവ്സ് പ്രിൻസിപ്പിൾസ് ആർ ദ ഫണ്ടമെന്റൽ ഗൈഡ് ലൈൻസ് ദാറ്റ് ഡയറക്റ്റ് ഹൗ എ കോപ്പറേറ്റീവ് ഷുഡ് ഫംഗ്ഷൻ. അപ്പോൾ കോപ്പറേറ്റീവ്സിനകത്ത് പറയുന്ന സമയത്ത് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. എങ്ങനെയാണ് കോപ്പറേറ്റീവ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ്സിനകത്ത് പ്രിൻസിപ്പിൾസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഡിഫൈൻ ദം ആസ് എസെൻഷ്യൽ പ്രാക്ടീസസ് നെസസറി ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതൊരു എസെൻഷ്യൽ പ്രാക്ടീസസ് ആണ്. നമ്മളുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു നെസസറി പ്രാക്ടീസ്, എസെൻഷ്യൽ പ്രാക്ടീസ് ആയിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിയം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് ബേസിസ് ഓർ ഫൗണ്ടേഷൻ ആണ്. ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എങ്ങനെ ഒരു കാര്യം ഓർഗനൈസ്ഡ് ആവുന്നു, ക്യാരി ഔട്ട് ആവുന്നു എന്നതിനെ കുറിച്ച് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള റൂൾ അല്ലെങ്കിൽ ട്രൂത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് പ്രിൻസിപ്പിൾസ് റിഫ്ലക്ട് ദ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ ത്രൂ ഐഡിയാസ് ലൈക്ക് ഓൾ ഫോർ വൺ ആൻഡ് വൺ ഫോർ ഓൾ, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ നമ്മളുടെ ഓൾ ഫോർ വൺ ആൻഡ് വൺ ഫോർ ഓൾ, എല്ലാവരും ഒന്നാണ്, ഒന്നെല്ലാം കൂടെ ചേരുമ്പോഴല്ലേ അതും ആവുന്നത്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും ഈ ഒരു ഐഡിയ മെയിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ദ എംഫസൈസസ് കളക്റ്റീവ് എഫേർട്ട്, യൂണിറ്റി ആൻഡ് ഷെയർഡ് ബെനിഫിറ്റ് റാദർ ദാൻ ഇൻഡിവിജ്വൽ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് എംഫസൈസസ് കൊടുക്കുന്നത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ടിനും യൂണിറ്റിക്കും ഷെയർഡ് ബെനിഫിറ്റിനും ഒക്കെയാണ്, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ പ്രോഫിറ്റിന് നമ്മളിവിടെ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നില്ല. അപ്പോൾ എക്സ്പേർട്ടുകൾ എങ്ങനെയാണ് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KG കാർവേ പറഞ്ഞിട്ടുള്ളത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. അപ്പോൾ DJ കാർവേ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ നമുക്ക് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു വേ ആയിട്ടാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ആര് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, DJ കാർവേ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വരണേ എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് റോച്ച്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ റോച്ച്ഡെയിൽ എങ്ങനെയാണ് പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ റോച്ച്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസിനെ നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ദ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആർ കൺസിഡേർഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ തന്നെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു റോച്ച്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. ദേ വർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ റോച്ച്ഡെയിൽ പ്യൂണേഴ്സ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1844 ടു ഗൈഡ് ദ ഫംഗ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ കോപ്പറേറ്റീവ്സിൻ്റെ ഫംഗ്ഷനിങ്ങിനെ ഗൈഡ് ചെയ്യുക എന്ന് പറയുന്ന എയിമോട് കൂടിയിട്ട് ഇംഗ്ലണ്ടിലെ 1844 ഈ ഒരു റോച്ച്ഡെയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിട്ടുള്ളത്. ദീസ് പ്രിൻസിപ്പിൾസ് എംഫസൈസ്ഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എമംഗ് മെമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എംഫസൈസസ് കൊടുക്കുന്നത് എന്തിനാണ്, വോളണ്ടറി ആയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രോള്, ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സർപ്ലസ് പ്രോഫിറ്റുകൾ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് എംഫസൈസസ് കൊടുക്കുന്നത്. ദേ ലൈഡ് ദ ബേസിക് ഫ്രെയിംവർക്ക് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് കൊടുത്തിട്ടുള്ളതും ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഒരു റോച്ച്ഡെയിൽ കൊണ്ടുവന്നിട്ടുള്ള കീ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഒന്ന്
ഓപ്പൺ മെമ്പർഷിപ്പ് ആണ്. എനി വൺ ക്യാൻ ജോയിൻ ദ കോപ്പറേറ്റീവ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, പ്രൊമോട്ട് ഈക്വാലിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ്. അപ്പോൾ ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോപ്പറേറ്റീവിനകത്ത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും ഇല്ല. കാസ്റ്റിൻ്റെ ബേസിലാണെങ്കിലും റിലീജിയൻ്റെ ബേസിലാണെങ്കിലും ജെൻഡറിൻ്റെ ബേസിലാണെങ്കിലും ഒന്നും യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കോപ്പറേറ്റീവിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്കൊരു ഈക്വാലിറ്റിയും ഇൻക്ലൂസീവ്നെസ്സും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ്. ഈച്ച് മെമ്പർ ഹാസ് വൺ വോട്ട് റിഗാർഡ്ലെസ് ഓഫ് ക്യാപിറ്റൽ, എൻഷുവേഴ്സ് ഫെയർനെസ് ആൻഡ് ഈക്വൽ പവർ. അതായത് ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ടാണ് വരുന്നത്. ക്യാപിറ്റൽ നമ്മൾ നോക്കുന്നില്ല, ഓരോരുത്തർക്കും ഓരോ വോട്ടാണല്ലോ. അപ്പോൾ ഒരു ഫെയർനെസ്സും ഈക്വൽ പവറും അവിടെ നമുക്ക് എൻഷുർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഏൺസ് ഓൺലി എ ലിമിറ്റഡ് റിട്ടേൺ, ഫോക്കസ് ഈസ് ഓൺ സർവീസ് നോട്ട് പ്രോഫിറ്റ്. അതായത് ക്യാപിറ്റൽ നമ്മൾ ഏൺ ചെയ്യുന്നത് ഓൺലി എ ലിമിറ്റഡ് റിട്ടേൺ ആയിട്ട് മാത്രമേ നമുക്ക് അവിടെ ക്യാപിറ്റൽ, അതായത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ മുകളിൽ നമുക്ക് വലിയ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. കാരണം നമ്മളിവിടെ പ്രോഫിറ്റിനല്ലല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സർവീസിനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ റിട്ടേൺ ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. പിന്നെ പറയുന്നത് പാട്രണേജ് ഡിവിഡൻഡ് ആണ്. പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബേസ്ഡ് ഓൺ യൂസേജ് നോട്ട് ഇൻവെസ്റ്റ്മെന്റ്. ആ പാട്രണേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് യൂസേജിന്റെ ബേസിലായിരിക്കും, അല്ലാതെ ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിലായിരിക്കില്ല. നമുക്കൊരു ജസ്റ്റിസും ഫെയർനെസ്സും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, ആ ഒരു എന്താ പറയുക യൂസേജിൻ്റെ ബേസിലായിരിക്കും പ്രോഫിറ്റുകൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കവിടെ ജസ്റ്റിസും ഫെയർനെസ് എൻഷുർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് ക്യാഷ് ട്രേഡിംഗ് ആണ്. ബിസിനസ് ഈസ് കണ്ടക്റ്റഡ് ഓൺ എ ക്യാഷ് ബേസിസ് ഓൺലി. ഇവിടെ നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് ക്യാഷ് ബേസിസിൽ മാത്രമായിരിക്കും. അവോയ്ഡ് ഡെപ്റ്റ് ആൻഡ് എൻഷുവേഴ്സ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നമ്മുടെ ഡെപ്റ്റ് അവോയ്ഡ് ചെയ്യാനും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എൻഷുർ ചെയ്യാനും നമ്മൾ ബിസിനസ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ക്യാഷ് ബേസിസിൽ മാത്രമായിരിക്കും. പിന്നെ പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ആണ്. നോ ഇൻവോൾവ്മെൻറ്റ് ഇൻ പൊളിറ്റിക്സ് ഓർ റിലീജിയൻ, മെയിൻറ്റെയിൻ യൂണിറ്റി ആൻഡ് ഹാർമണി. യൂണിറ്റിയും ഹാർമണിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പൊളിറ്റിക്സിലോ റിലീജിയനിലോ ഒന്നും ഇവിടെ നമ്മൾ ഇൻവോൾവ്മെൻറ്റ് നടത്തുന്നുണ്ടാവില്ല. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. മെമ്പേഴ്സ് ആർ എഡ്യൂക്കേറ്റഡ് അബൌട്ട് കോപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ബിൽഡ് അവയർനെസ് ആൻഡ് എഫിഷ്യൻസി. ഇവിടെ മെമ്പേഴ്സ് വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അവർ നമ്മുടെ മാനേജ്മെൻറ്റിനെയും കോപ്പറേഷനെ കുറിച്ചിട്ടൊക്കെ അധികം നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരുടെ ഇടയിലും ഒരു അവയർനെസ്സും എഫിഷ്യൻസിയും ഒക്കെ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ റോച്ച്ഡെയിലിൻ്റെ ഒന്നാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത് വന്നത്, ആ ഒരു സ്റ്റേജാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് റോച്ച്ഡെയിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. 1844 ഈ ഒരു റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് വന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റീഫോർമുലേറ്റഡ് ICA പ്രിൻസിപ്പിൾസ് ആണ്. അതൊരു ഇംപ്രൂവ്മെൻറ്റ് സ്റ്റേജ് ആണ്. റീഫോർമുലേറ്റഡ് ICA പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു ഇംപ്രൂവ്മെൻറ്റ് സ്റ്റേജ് ആണ്. ആസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ചേഞ്ച്, ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് റീഫോർമുലേറ്റഡ് ദ ഒറിജിനൽ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ടു മേക്ക് ദം മോർ പ്രാക്ടിക്കൽ ആൻഡ് റിലവൻറ്റ്. അപ്പോൾ നമ്മളുടെ എക്കണോമിക് ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ICA അഥവാ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചു വന്ന ഈ ഒരു റോച്ച്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസിനെയൊക്കെ റീഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ പ്രാക്ടിക്കലും റിലവൻറ്റും ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദി സ്റ്റേജ് ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിംഗ് ആൻഡ് മോഡേണൈസിംഗ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വൈൽ പ്രിസർവിംഗ് ദെയർ ഒറിജിനൽ സ്പിരിറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഫോക്കസ് കൊടുക്കുന്നത് എന്തിനാണ്, നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ മോഡേണൈസ് ചെയ്യുക, അതിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഒറിജിനൽ സ്പിരിറ്റ് പ്രിസർവ് ചെയ്യാനാണ് ഈ ഒരു സ്റ്റേജ് മെയിനായിട്ട് ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഹെൽപ്ഡ് സ്ട്രെങ്തൻ കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് അഡാപ്റ്റ് ദം ടു ചേഞ്ചിങ് നീഡ്സ്. അപ്പോൾ നമ്മളുടെ കോപ്പറേറ്റീവ് വാല്യൂസ് സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. നമ്മുടെ ചേഞ്ചിങ് നീഡുകളോട് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റേജ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ICA എന്ന് പറയുമ്പോൾ റീഫോർമുലേറ്റഡ് ICA പ്രിൻസിപ്പിളിനകത്ത് റോച്ച്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതായത് ആഫ്റ്റർ സ്റ്റഡിങ് ദ ഒറിജിനൽ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ക്ലാസിഫൈഡ് ദം ഇൻടു 2 ഗ്രൂപ്പ്. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, റോച്ച്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസ് അവർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഒറിജിനൽ റോച്ച്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ട് അവർ വീണ്ടും അതിനെ 2 ഗ്രൂപ്പുകളായിട്ട് മാറ്റി. നമ്മൾ പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് സ്റ്റേജ് ആണ്. അപ്പോൾ 2 ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റി. ഒന്ന് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസും രണ്ടാമത്തത് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ടാണ് അവർ മാറ്റിയത്. അപ്പോൾ അതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അത് കോർ പ്രിൻസിപ്പിൾസ് ആണ്. നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അത് സപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ അതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് എവറി കോപ്പറേറ്റീവ് വിത്തൗട്ട് ദം എ കോപ്പറേറ്റീവ് കനോട്ട് ഫംഗ്ഷൻ പ്രോപ്പർലി. അപ്പോൾ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കോപ്പറേറ്റീവിൻ്റെയും ഫൗണ്ടേഷനായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ വരുന്നുണ്ടാവുക. വിത്തൗട്ട് ദം എ കോപ്പറേറ്റീവ് കനോട്ട് ഫംഗ്ഷൻ പ്രോപ്പർലി. ഈ ഒരു പ്രിൻസിപ്പിൾസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല.
അപ്പോൾ അതിൽ വരുന്ന ഒരു എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും ഈ കോപ്പറേറ്റീവ്സിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ്. 1 മെമ്പർ 1 വോട്ട്. എത്ര കാശ് കൊണ്ടിട്ടും കാര്യമില്ല, ഒരു മെമ്പർക്ക് ഒരു വോട്ടേ കിട്ടുള്ളൂ. പിന്നെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതല്ല ഇവിടുത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ പാട്രഗോണേജ് ഡിവിഡൻഡ് നമ്മൾ പറഞ്ഞ തന്നെയാണ്, പ്രോഫിറ്റ് നമ്മൾ യൂസേജിന്റെ ബേസിലായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാ കോപ്പറേറ്റീവിൻ്റെയും ഫൗണ്ടേഷൻ ആയിട്ട് ഫോം ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്. അതിനകത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നേരത്തെയുള്ള റോച്ച്ഡെയിലിന്റെ ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആണ്, നമ്മുടെ സപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ബട്ട് സപ്പോർട്ടീവ് പ്രിൻസിപ്പിൾസ്. ദേ ഹെൽപ്പ് ഇൻ ബെറ്റർ ഫംഗ്ഷനിങ് ബട്ട് ആർ നോട്ട് കൺസിഡേർഡ് കോർ. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്, പക്ഷേ ഇത് നമ്മളുടെ കോർ അല്ല, ഫംഗ്ഷനിങ്ങിനെ ബെറ്റർ ആക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ഒന്ന് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിങ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅൾട്ടേർഡ് ഗുഡ്സ്. ഇതൊക്കെയാണ് നമ്മുടെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ സെക്കൻഡ് വൺ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് സ്റ്റേജിൽ വരുന്ന റീഫോർമുലേറ്റഡ് ICA പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റോച്ച്ഡെയിലിന്റെ പ്രിൻസിപ്പിൾസിനെ ഈ ഒരു ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്ത് ചെയ്തു, നമ്മുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തപ്പോൾ അതിനൊന്നും കൂടെ ഫോർമുലേറ്റ് ചെയ്തു. അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്ത കാര്യം റോച്ച്ഡെയിലിന്റെ പ്രിൻസിപ്പിൾസിനെ 2 ഗ്രൂപ്പുകളായിട്ട് അവർ ക്ലാസിഫൈ ചെയ്തു. കോറും അതേപോലെ തന്നെ കോർ പ്രിൻസിപ്പിൾസ് വരുന്ന എസെൻഷ്യൽ പ്രിൻസിപ്പിൾസും സപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾസ് വരുന്ന നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ പെർസ്പെക്റ്റീവിലുള്ള സ്റ്റേജ് ആണ്. അതാണ് കാർവേ കമ്മിറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ കാർവേ കമ്മിറ്റി കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫ്രം ആൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. അപ്പോൾ കാർവേ കമ്മിറ്റി എന്താ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിലെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഡെവലപ്മെന്റിനെയാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇറ്റ് എംഫസൈസ്ഡ് ദ റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ റൂറൽ ഡെവലപ്മെന്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് എക്കണോമിക് പ്രോഗ്രസ്. അപ്പോൾ അവർ കൂടുതലായിട്ടും ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് റൂറൽ ഡെവലപ്മെന്റിലും സെൽഫ് ഹെൽപ്പിലും എക്കണോമിക് പ്രോഗ്രസ്സിലും എങ്ങനെയാണ് കോപ്പറേറ്റീവ്സിന്റെ റോള് വരുന്നത് എന്നതിനാണ് ഈ കാർവേ കമ്മിറ്റി കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദീസ് പ്രിൻസിപ്പിൾസ് വെർ ഡിസൈൻഡ് ടു സ്യൂട്ട് ഇന്ത്യൻ കണ്ടീഷൻസ് ആൻഡ് എയിംഡ് അറ്റ് പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് ഫംഗ്ഷനിങ് ആൻഡ് മെമ്പർ വെൽഫെയർ ഇൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കണ്ടീഷൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ്. നമ്മുടെ ഡെമോക്രാറ്റിക് ഫംഗ്ഷൻസ് പ്രൊമോട്ട് ചെയ്യുക, മെമ്പേഴ്സിൻ്റെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള മെമ്പേഴ്സിൻ്റെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക, ഫംഗ്ഷനിങ് പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിലോട്ട് നമ്മൾ മാറ്റിയതാണ് കാർവേ കമ്മിറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ആണ്. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല, കാസ്റ്റ്, റിലീജിയൻ, ജെൻഡർ, പൊളിറ്റിക്സ് ഒന്നുമില്ല, എല്ലാവരെയും നമ്മൾ ഇൻക്ലൂസീവ്നെസ് ആൻഡ് ഈക്വാലിറ്റിയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതാണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. പിന്നെ ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിനെ വേറെ രീതിയിൽ പറയണമെന്നേ ഉള്ളൂ, കാരണം ഒക്കെ ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് വരുത്തി വരികയാണല്ലോ. അപ്പോൾ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു മെമ്പർക്ക് ഒരു വോട്ടേ ഉള്ളൂ. പിന്നെ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് മെജോറിറ്റി റൂളിലായിരിക്കും, മാനേജ്മെന്റ് കമ്മിറ്റി ആയിരിക്കും, ജനറൽ ബോഡി ഉണ്ടായിരിക്കും, ഒരു ഫെയർ പാർട്ടിസിപ്പേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ആയിരിക്കും അവിടെ എൻഷുർ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആണ്. നമ്മൾ പറഞ്ഞ ഇത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ക്യാപിറ്റലിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സർവീസ് ഉണ്ടാക്കാനാണ്, പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അതാണ് തേർഡ് വൺ ആയിട്ട് പറയുന്നത്. ഫോർത്ത് വൺ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ആണ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനും മെമ്പേഴ്സിൻ്റെ വെൽഫെയറിനൊക്കെ ആയിട്ട് കൊടുക്കും. ബാക്കിയുള്ളതായിരിക്കും നമ്മൾ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അതൊരു ഫെയർനെസ്സും സസ്റ്റൈനബിലിറ്റിയും എൻഷുർ ചെയ്യാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കട്ടെ, അത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 3 സ്റ്റേജുകളാണ് മെയിനായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ആ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ 3 പോയിന്റേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് 4 എണ്ണം പറഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്